ലാലിഗ പ്ലേയേഴ്സ് മാത്രമുള്ള ഒരു ടീം. ഇവർ പ്രീമിയർ ലീഗ് കളിച്ചാൽ പ്രീമിയർ ലീഗ് അടിക്കുമോ, അതേപോലെ മെയിനായിട്ട് ചാമ്പ്യൻസ് ലീഗ് കപ്പടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാലോ നമുക്ക്. സോ ഇതാണ് നമ്മുടെ പ്രീമിയർ ലീഗ് കളിക്കാൻ പോണ ലാലിഗ ടീം. അറ്റാക്കേഴ്സ് ആയിട്ട് വിനി ജൂനിയറും എംബാപ്പയും ലാമിൻ യമാലും ഉണ്ട്. മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ബെല്ലിംഗാം, വൽവേർഡെ ആൻഡ് പെഡ്രി ആണുള്ളത്. പിന്നെ ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ബാൾഡെ, സെന്റർ ബാക്സ് ആയിട്ട് മിലിറ്റാവോ, റൂഡിഗർ, റൈറ്റ് ബാക്ക് ആയിട്ട് ജൂൾസ് കുണ്ടെ ആൻഡ് കീപ്പറായിട്ട് കോട്ടുവ ഉണ്ട്. പിന്നെ നമുക്ക് ബെഞ്ചിൽ സൂപ്പർ പ്ലേയേഴ്സ് ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. ഡിയോങ് ഉണ്ട്, ആൽവാരസ് ഉണ്ട്, റാഫീഞ്ഞ ഉണ്ട്, ട്രെൻഡ് ഉണ്ട്, നീക്കോ വില്യംസ് ഉണ്ട്, ചൗമേനി ഉണ്ട്. അങ്ങനെ ലാലിഗയിലെ എല്ലാ ബെസ്റ്റ് പ്ലേയേഴ്സും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുമോ നോക്കിയാലോ നമുക്ക്. അങ്ങനെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്. ഏത് ലാലിഗ സൂപ്പർ സ്റ്റാർ ആണ് നമുക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഡെലിവർ ചെയ്തിട്ടുള്ളത് നോക്കാം. യെസ്, മറ്റാരുമല്ല, കിലിയൻ എംബാപ്പെ. 25 ഗോൾ 7 അസിസ്റ്റും. ബട്ട് ലുക്ക്, ലാമിൻ യമാൽ 35 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 22 ഗോളും 13 അസിസ്റ്റും. വിനി ജൂനിയർ 19 ഗോൾ 8 അസിസ്റ്റ്. ജൂഡ് ബെല്ലിംഗാം 10 ഗോൾ 8 അസിസ്റ്റ്. നൈസ്. നമുക്ക് പ്രീമിയർ ലീഗ് എന്തായാലും നോക്കാം ആദ്യം. നമുക്ക് പ്രീമിയർ ലീഗ് കിട്ടിയിട്ടില്ല ഗൈസ്. 78 പോയിൻ്റായിട്ട് നമ്മൾ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ മെയിൻ ലക്ഷ്യം ചാമ്പ്യൻസ് ലീഗാണ്. ചാമ്പ്യൻസ് ലീഗ് നോക്കാം. ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒറ്റ കളി പോലും തോൽക്കാതെ ഫസ്റ്റിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 5 ജയവും 3 ഡ്രോസും ആയിട്ട്. റൗണ്ട് ഓഫ് 16 നമുക്ക് ഒളിമ്പിയാക്കോസ് FC ആയിട്ടാണ്. ഫസ്റ്റ് ലെഗ് നോക്കാം. ഈസി ഡ്രോ ആണ്. പക്ഷെ നമ്മൾ തോറ്റുപോയി 2-1. നോ പ്രോബ്ലം. സെക്കൻഡ് ലെഗിൽ ഒരു കംബാക്ക് എന്തായാലും ഉണ്ടാവും. നോക്കാം. സെക്കൻഡ് ലെഗ് നോക്കാം നമുക്ക്. റൗണ്ട് ഓഫ് 16 ഒളിമ്പിയാക്കോസ് ആയിട്ടാണ് നമ്മൾ തോറ്റുപോയിട്ടുള്ളത്. ദിസ് ഈസ് സോ ബാഡ്.